നമസ്കാരം. അമ്മയുടെ കുടുംബസംഗമം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റേജാണ് നാളത്തെ വേദി. 60 അടി സ്റ്റേജാണ്. പണി നടന്നുകൊണ്ട് 60 അടി സ്റ്റേജ്, 60-40 സ്റ്റേജ്. ഇവിടെയാണ് വൈകുന്നേരത്തെ മെഗാ ഷോ നടക്കുന്നത്. ആ മെഗാ ഷോയ്ക്കുള്ള ഒരുക്കത്തിനുള്ള സ്റ്റേജാണ്. ഈ സ്റ്റേജിലാണ് മെഗാ ഷോ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വലിയ ചർച്ചയിലാണ്. നമുക്കറിയാം ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കാം. ഫൈനൽ റൗണ്ടാണ്, ഫൈനൽ. ഇനിയിപ്പോൾ സ്റ്റേജ് റിഹേഴ്സലുണ്ട് ഉടൻ തന്നെ. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെല്ലാവരും ഉണ്ട്. ഇപ്പം ജയൻ ചേർത്തല നമ്മളോട് കൊടുത്തു. ജയൻ ചേട്ടാ, ഫൈനലായിരിക്കുകയാണ്. അത് സ്റ്റേജിൻ്റെ ഒക്കെ പണി തീർന്നു. ഇനിയിപ്പോൾ റിഹേഴ്സലിലേക്ക് നമ്മൾ മാറുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അല്ല, അത് തന്നെ നമ്മുടെ അമ്മയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു കുടുംബ സംഗമം എന്നുള്ളത്. അതിൻ്റെ ആ പരിപാടിയുടെ തലേന്ന് രാത്രി ഇനി 24 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ പരിപാടി തുടങ്ങാനാണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നല്ല രീതിയിൽ മുൻപോട്ട് പോകും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു നല്ല കോസിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇത്. വെറുതെ ആഘോഷമുണ്ടാക്കി ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയായാലും അത് അമ്മയുടെ ഓരോ അംഗത്തിനും ആജീവനാന്തം അവർ ആവശ്യപ്പെടുന്ന അവരുടെ മരുന്ന്, അവർക്ക് ആവശ്യത്തിനുള്ള മരുന്ന് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രകൃതി നമ്മുടെ ഒപ്പം നിൽക്കും, ഒരു തടസ്സം ഉണ്ടാക്കില്ല, നമുക്കെല്ലാം അനുകൂലമാക്കും എന്നൊരു വിശ്വാസം. അതാണ് തീർച്ചയായിട്ടും. ഇതാണ് കണ്ടോ, എത്ര ദിവസത്തെ അധ്വാനം എന്നല്ല. എങ്ങനെയാ അത് നസീർ, എങ്ങനെയുണ്ടോ? ഗംഭീരമാവുമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജയൻ പറഞ്ഞു കേട്ടില്ലേ, നല്ല പ്രവൃത്തിക്ക് വേണ്ടിയല്ലേ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിഞ്ഞാൽ തീർച്ചയായിട്ടും പടച്ചതമ്പുരാൻ, ദൈവം തമ്പുരാൻ അത് നന്നാക്കി തരും. എല്ലാം വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഓരോ അതിനോട് ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകളും എല്ലാം അവരവരുടെ മനസ്സും ഹൃദയവും എല്ലാം പൂർണ്ണമായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. നാളെ കലക്കും, അടിച്ചു തീർച്ചയായിട്ടും. നാളെ ഗംഭീരമാവും. നമുക്കറിയാം എത്ര ദിവസത്തെ പണിയാണെന്നൊക്കെ. അൻസിബ എത്ര ദിവസത്തെ പണിയാണ്. ഇതേ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നു. സ്റ്റേജിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ശരിക്കും പറഞ്ഞ ഒരു മാസത്തിന്റെ അടുത്തായി ഞങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2 മണി വരെ 3 മണി വരെ ഒക്കെ ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ സ്റ്റേജ് വർക്ക് ചെയ്യാൻ ഞാൻ മാത്രമല്ല, ദൈവം ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫൈനലി അത് നാളെ അത് നടക്കാൻ പോവാണ്, അത് സ്ട്രീം ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷം വലുതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബിഹൈൻഡ് ദ സ്റ്റേജിൽ വർക്ക് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും സന്തോഷം. അൻസിബയൊക്കെ നമ്മളെ അൻസിബയുടെ കൂടെ ഒരു ടീം തന്നെ ബാബുരാജ് ചേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ടീം മൊത്തമുള്ള. എന്ത് ആത്മാർത്ഥമായിരുന്നു. സരയുവായിരുന്നു, വിനയ് മോഹനാണെങ്കിലും അനന്യയാണെങ്കിലും അങ്ങനെ വലിയ ഉണ്ണി ശിവാലാണെങ്കിലും വലിയ രീതിക്കുള്ള ഇതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, ഉണ്ണിച്ചേട്ടനൊക്കെ നമുക്കറിയാം എത്ര ദിവസത്തെ കഷ്ടപ്പാട്. ഫൈനൽ റൗണ്ടിൽ എത്തുന്നു അല്ലേ? ഫൈനൽ റൗണ്ടിൽ എത്തുന്നു നമ്മുടെ ഇവിടെ സ്റ്റേജും എല്ലാം കഴിഞ്ഞു. അല്ല, എന്റെ ടീമാണ് ഫൈനൽ എത്തുന്നത്. അത് കളിച്ച് ജയിച്ചാൽ അതെ, ഫൈനലിലേക്ക് പോവാണ്. അത് ഒരു മാമാങ്കാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെ അത്ഭുതങ്ങളും സർപ്രൈസൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ത്രില്ലാണ്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം നമുക്കും, അതുപോലെ തന്നെ ഇത് കാണുന്ന ഓഡിയൻസിനും നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനൊക്കെ. സോ സ്പോർട്സും കലയും മാട്ടും പാട്ടും ആക്കിയിട്ട് നമ്മളങ്ങ് പൊളിക്കാൻ പോവുക, വേറെ ഒന്നുമല്ല. പോരെ, നമ്മൾ അർമാദിക്കുന്നു. അമ്മയുടെ ഷോ എന്ന് പറഞ്ഞാൽ ഒരു റിജുവിനേഷൻ ഷോ ആയിട്ട് മാറും. തീർച്ചയായിട്ടും. അത്രയും ദിവസത്തെ എഫേർട്ട് എടുത്താണ് ഇവരെല്ലാവരും നിന്നിരുന്നത്. ഇനി നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ സ്റ്റേജിനെ കണ്ടു. ഇത് നോക്ക്, നല്ല പച്ച പരവതാണ്. നോക്ക് എന്ത് രസമെന്നുണ്ടല്ലേ. ഇവിടെയാണ് നാളെ ക്രിക്കറ്റ് നടക്കുന്നത്, ഫുട്ബോൾ നടക്കുന്നത്, വടംവലി നടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ താരങ്ങളൊക്കെ ഇറങ്ങുന്നത്. അതൊക്കെ ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണല്ലോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കാണ്. ഇതാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് ആ ക്രിക്കറ്റും ഫുട്ബോളും വടംവലിയും. അത് ലാലേട്ടൻ്റെ ടീം, മമ്മൂക്കാട് ടീം, സുരേഷ് ഗോപി ചേട്ടൻ്റെ വീട്. അങ്ങനെ ലാലേട്ടനും മമ്മൂക്കായും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള ടീമുകൾ, അങ്ങനെ ടീമുകൾ 3 ടീമുകളായി തിരിച്ചുകൊണ്ടുള്ള മത്സരം ഇവിടെ നടക്കും. അത് രാവിലെ 11 മണിക്ക് തന്നെ ആരംഭിക്കും. നമുക്കറിയാം ഈ അമ്മ എന്നൊരു സംഘടനയുടെ
ഏറ്റവും വലിയൊരു മാമാങ്കമാണ്. കാരണം 30 വർഷത്തിന് മുകളിലായിട്ട് ആദ്യമായിട്ട് ഒരു കുടുംബസംഗമം നടക്കുന്നത്. ആ കുടുംബസംഗമത്തെ വരവേൽക്കാൻ 2000 പേരോളം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഫൈനൽ റൗണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഫൈനൽ റൗണ്ട് കൃത്യമായി തന്നെ ഞാൻ കാണിച്ചത്. ആർട്ടിസ്റ്റുകളൊക്കെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ റിഹേഴ്സൽ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പം ഇവിടെ സ്റ്റേജ് റിഹേഴ്സൽ ഫൈനൽ ഷോ ഡയറക്റ്റ് നാദിർഷാക്കയാണ്. നാദിർഷാക്കയുടെ നേതൃത്വത്തിലുള്ള ആ ഷോ ഡയറക്ഷനിലേക്കുള്ള നടപടി. ഇനി ഫൈനൽ റിഹേഴ്സൽ 2 ദിവസമായി ക്രൗൺ പ്ലാസ ഹോട്ടൽ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. ഇനി ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ട് ഇവിടെ ഇപ്പോൾ സ്റ്റേജ് ഷോ റിഹേഴ്സൽ നടക്കും. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും അവിടെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ വിശ്രമിക്കുകയാണ്. ഇനി ഇവിടെ കയറി ഇനി സ്റ്റേജിൽ കയറി ഇവർ റിഹേഴ്സൽ. നമ്മളിത് ഫൈനൽ റൗണ്ടിൽ എത്തിയോട്ടോ. ആ ഫൈനലില് ഇനി സ്റ്റേജിൽ കയറി ഇനി ഒന്ന് നമ്മള് ഒരു ലാസ്റ്റ് ഇത് നോക്കിയിട്ട് പിന്നെ നാളെ അങ്ങ് കേറുക. അടിപൊളിയാക്കുമല്ലേ അല്ലേ? പിന്നെ തകർക്കും. അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുടുംബസംഗമം. അതെ അമ്മയുടെ ചരിത്രത്തിലില്ല ഒരു ലാംഗ്വേജിലും ഇതുവരെ കുടുംബസംഗമം ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ആദ്യം എന്ന് പറയാം കുടുംബസംഗമം. അമ്മയുടെ കുടുംബസംഗമം. നാളെ പ്രപ്പോസലല്ലേ, കുടുംബങ്ങൾ മൊത്തം വരില്ലേ, അപ്പൊ അതിലുണ്ടാവുമല്ലോ ഒരുപാട് പിള്ളേരും ഒക്കെ ഉണ്ടാവുമല്ലോ. മിക്കവാറും കല്യാണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് എന്നോട് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് എന്നോട് ഒരു സർപ്രൈസ് പറയാനുണ്ട്, നിന്നെ ഞാൻ ഞെട്ടിക്കുന്നു. ടെസ്റ്റിയുടെ കല്യാണം ഓക്കെ ആയി. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. തസ്നി ഒരു ഭയങ്കര സർപ്രൈസ് ഇവിടെ പൊക്കി. ബിരിയാണി കൃത്യമായിട്ട് എന്ത് പറയാണ്ടെന്ന് പറഞ്ഞു, അത് കൃത്യമായിട്ട് തസ്നിയുടെ കല്യാണം ഓക്കെ ആയി. അങ്ങനെ നടന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഈ സംഗമം കൊണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല. ഇത് സ്കിറ്റാണ്. നാളെ നമുക്ക് തസ്നി എന്തായാലും മനസ്സ് തുറന്നു. നാളെ നമുക്കത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് വരൻ ആരാന്ന് കണ്ടുപിടിക്കുക 1 ലക്ഷം രൂപ സംഭാവന ചെയ്യും. അതല്ല, നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം, ശ്രദ്ധിക്കണം. ക്യാമറ എപ്പോഴും നിങ്ങൾ ഒരു കണ്ണ് അവളുടെ പുറത്ത് വെച്ചേക്കണം. ഇവിടെ കൂടുതൽ ആരെ ശ്രദ്ധിക്കുന്നത് നോക്കിയിട്ട് ആ സൂം ചെയ്തേക്കണം കേട്ടോ. 2 ലക്ഷം ഓഫർ ചെയ്യും. ഒന്നും വേണ്ട, കൊടുക്കേണ്ടി വരൂല. 2 ലക്ഷം. അല്ല, എന്ത് രസമാണെന്ന് നോക്കി ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം. ഭയങ്കര രസമാണ് ഈ അനുഭവങ്ങൾ. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കുടുംബസംഗമം നാളെ രാവിലെ തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ എല്ലാവരും വലിയ ആവേശത്തിലാണ്. എല്ലാവരും പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആണ് കാണുന്നത്. നമ്മുടെ ഷോ ഡയറക്ടറാണ്, ഫാഷൻ ഷോ ഡയറക്ടറാണ്. അടിപൊളി. അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. ഫൈനൽ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. ഒന്നും പറയാനില്ല, ഇപ്പൊ എല്ലാരും സൂപ്പർ മോഡൽസ് ആയി. ഒത്തിരി പരിപാടി നടത്തുന്നു. പക്ഷേ ഇവിടെ എല്ലാ ആക്ടേഴ്സ് മൊത്തം സൂപ്പറായി. റാമ്പിൽ കാണുന്നത് ഇനിയിപ്പോ ആക്ട്രസ് ആയിട്ടല്ല, അവരൊരു സൂപ്പർ മോഡൽ ആയിട്ടാണ് നിങ്ങൾ റാമ്പ് കാണാൻ പോകുന്നത്. അല്ല, അത് പൊളിച്ചോട്ടോ. അത് നമ്മൾ പ്രതീക്ഷിച്ചേക്കണം. അത് പൊളിച്ചു. ഹാപ്പി അല്ലേ? ഹാപ്പി, ഡബിൾ ഹാപ്പി. എല്ലാവരും വളരെ സന്തോഷത്താണ്. പിന്നെ വെരി ഹാപ്പി. എന്തൊക്കെ പരിപാടി? ഫാഷൻ ഷോ, ഡാൻസ്, പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് 4 അങ്ങനെ പരിപാടി. പിന്നെ മണിക്കൂറുകൾ മാത്രം ബാക്കി. എന്താ പറയാ, ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്, ഹോൾഡ് യുവർ ബ്രെത്ത്. പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കായും സുരേഷും കൂടെ തിരിതെളിയിച്ചോടുകൂടി നാളെ പൂരം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും നാളെ പൂരം ആരംഭിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഹാപ്പി മൂഡിലാണ്. എല്ലാവരും ഹാപ്പി മൂഡിലാണ്. മളവയൊക്കെ ഡാൻസ് ആണ്, ഫാഷൻ ആണ്. എന്താണ് കഴിഞ്ഞിട്ട് നടന്നത് ഫൈനൽ? അവിടുത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജ് റിഹേഴ്സൽ വന്നില്ലേ? സ്റ്റേജ് റിഹേഴ്സൽ ആയിട്ടില്ല. സ്റ്റേജ് റിഹേഴ്സൽ അല്ലേ? എന്തൊക്കെ പരിപാടികളുള്ളത്? ഞാൻ ഒന്നുമില്ല, ജസ്റ്റ് റാമ്പ് വാക്ക് മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ ഉണ്ട്. ഞാൻ ഡാലു അല്ലേ, കണ്ടു, ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പൊ പറഞ്ഞതാണ്, ഇനി നിങ്ങളെ ഒന്നും ആക്ടർ ആയിട്ടല്ല കാണുന്നത്, വലിയ ഇന്ത്യയിൽ അപ്പുറത്തേക്ക് അറിയപ്പെടുന്ന മോഡലായിട്ട് കാണുന്നത്. അതെ, ഞങ്ങൾ ഒരുമിച്ച് ലാക്മേ ഒക്കെ ചിലപ്പോ ചെയ്തേക്ക്, അറിയില്ല എപ്പോഴാ എന്താന്ന് അറിയില്ല. ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല, ഞാൻ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ നടക്കുന്നു. എന്തായാലും വലിയ സന്തോഷം മുഹൂർത്തമാണ്. നല്ല സിനിമകൾ സൂപ്പർ ഹിറ്റ് എടുത്തത്. ഇന്നലെയാണ് കൽബിന്റെ ആഘോഷം ഞങ്ങൾ ആഘോഷിച്ചത്. കൽബിലെ നമ്മുടെ നായകൻ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ, പറയൂ. ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? പറയാനുള്ള കാരണമുണ്ടോ? അതെ, നമ്മൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തില്ലേ? അതെ, ശരിക്കും ഇപ്പം പ്രേക്ഷകർ കുറച്ചുകൂടെ അത് കാണാൻ തുടങ്ങി, അവരുടെ മനസ്സിൽ ഏറ്റെടുത്തു. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. പൊളിക്കണം. ഡാൻസും ഉണ്ട്, പിന്നെ ഫാഷൻ ഷോയിലും ഉണ്ട്. അതെ.
എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നല്ല ഒരു പാട്ടൊക്കെ പാടി നമ്മളവിടെ, ഞാൻ ആ പാട്ട് കേട്ടിട്ട് ഒന്നാണ് പാട്ടൊക്കെ അവിടെ കാടി നല്ല രീതിക്ക് ആളുകൾ അല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി. ഇതിലായാലും നിങ്ങളിപ്പോൾ ശരിക്കും ഒരു മുതലാളിയല്ലേ അല്ലേ? ഒരു ഇതിന്റെ മുതലാളിയായില്ലേ? അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല കാര്യം നിങ്ങളുടെ. അപ്പം ഇനിയിപ്പം സ്റ്റേജ് റിഹേഴ്സൽ അല്ലേ? സ്റ്റേജ് റിഹേഴ്സൽ, സ്റ്റേജ് റിഹേഴ്സലിലേക്ക് പോകണത് എല്ലാവരും ഇരിക്കുകയാണ്. ഇതൊരു സ്റ്റേജ് റിഹേഴ്സൽ പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് റാമ്പ് ചെയ്യുന്നുണ്ട്, റാമ്പ് പാട്ട് ഡാൻസ് 3 ഐറ്റം ഉണ്ടല്ലേ? പൊളിക്കാൻ പോകുന്ന കാരണം ഈ കുടുംബസംഗമം എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളുടെ അമ്മയുടെ ഫസ്റ്റ് ടൈമാണ്. ഇന്ത്യയിൽ എങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ അതൊരു വലിയൊരു അനുഭവമാണ്. പിന്നെ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജ് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലാണ്, ഭയങ്കര ത്രില്ലാണ്. തീർച്ചയായിട്ടും റിഹേഴ്സൽ സമയമായി. റാമ്പ് വാക്കിനുള്ളവരെ വിളിച്ചു തുടങ്ങി, റാമ്പിലേക്കുള്ളവരെ വിളിച്ചു തുടങ്ങി. റാമ്പിലേക്കാണോ? റാമ്പ് ഉള്ളവരെ വിളിച്ചു തുടങ്ങി. വൈഫാന്ന് വിടത്തില്ല എങ്കിലും എന്തെങ്കിലും കൂടണ്ടേ? കുടുംബസംഗമമാണ്, വൈഫാന്ന് എനിക്കറിയാലോ. കുടുംബസംഗമത്തിന് എന്തെങ്കിലും കൂടണം. കൂടാന്ന് പറഞ്ഞിട്ടുണ്ടോ? നാളെ കസേരകളിയൊക്കെ ഉണ്ട്, അതിലെങ്കിലും കൂടണം തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും കൂടെ കൂടണം, എല്ലാവരും ആരും കൂടാതിരിക്കല്ലോ. പാട്ടൊക്കെ പാടി ക്ഷണിച്ചോ? അങ്ങനെ ക്ഷീണിക്കൊന്നുമില്ല, ഫുൾ എനർജി. പിന്നെ നാളെയും കൂടെ നല്ല എനർജി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് വേണം ക്ഷീണിക്കാൻ. നാളെ നമ്മള് ഫുൾ വൈബിൽ പിന്നെ അല്ലാതെ 2 ദിവസം റെസ്റ്റ് എടുക്കാം. അതിനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആദ്യ റിഹേഴ്സൽ എന്നുള്ള രീതിയിലേക്ക് പോവാണ്, റാമ്പിലേക്ക് പോവാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്, ഹാപ്പി മൂഡിലാണ് എല്ലാവരും. ഇവിടെ മൊബൈലിലൊക്കെ മെസ്സേജൊക്കെയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ള മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഫൈനൽ റിഹേഴ്സലിലേക്ക് പോവുകയാണ്. ആ റിഹേഴ്സലാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.